ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണ് സരി ഫോൺ ചെയ്യുന്നത്. എന്തിനാണോ ഫോൺ ചെയ്ത് ശല്യപ്പെടുന്നത്, നാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ എടുക്കുവായിട്ട് പറ മോളു എന്ന് പറയുമ്പോൾ സരി പൊട്ടിക്കരയാണ്. എന്താ മോള് കരയാണോ, എന്ത് പറ്റി മോള് എന്ന് പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞോണ്ടൊക്കെ മനുവേട്ട വണ്ടി പൊട്ടിക്കരയാണ്. എന്താ എന്താ മോളു എന്ന് പറഞ്ഞിട്ട് വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കുവാണ് നമ്മുടെ മനോഹർ. അതിനുശേഷം എന്താ മോള് കാര്യം പറയാന്ന് പറയുമ്പോൾ മനുവേട്ട നമ്മുടെ മോളെ കാണാനില്ല മനുവേട്ട എന്നിങ്ങനെ പറയാണ്. കാണാനില്ലെന്നോ, നീ എന്തൊക്കെയാ സരിയെ പറയണത്? അതേ മനുവേട്ട, മോളും ഞാനും കൂടെ ഉറങ്ങാൻ കിടക്കുമായിരുന്നു, ഇപ്പൊ മോളെ കാണുന്നില്ല എന്നിങ്ങനെ പറയാണ്. മോള് വിഷമിക്കേണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം എന്ന് മനോഹർ പറയാട്ടാ. മോള് കരയൊന്നും വേണ്ട, ഇപ്പൊ തന്നെ വരാമെന്ന് മനോഹർ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ അമ്മുമ്മേനെയാണ്. അമ്മ ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്തായോ പ്രകാശനും അതുപോലെ തന്നെ കാർത്തിയും കൂടി പോയിട്ട് എന്താകും എന്നറിയാൻ വേണ്ടി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക കേട്ടോ. ആ സമയത്ത് പ്രകാശൻ ഭയങ്കര സന്തോഷത്തിൽ അവിടേക്ക് വരുന്നുണ്ട്. പ്രകാശൻ നമ്മുടെ അമ്മയടുത്ത് വരികയാണ്. അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് വരുവാണ്. എന്താടാ പ്രകാശ, എന്തിനും നടന്നോ? ഒത്തുതീർപ്പാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഒത്തുതീർപ്പാക്കാതെ പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കി അമ്മേ. പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കിയോ? നീ എന്തൊക്കെയാണ് പ്രകാശ് പറയണത്? അമ്മേ, ആ ദീപ എന്ന് പറഞ്ഞവളെ നമ്മൾ എങ്ങനെ ഒത്തുതീർപ്പാക്കിയത്? പൈസ കൊടുത്തിട്ടല്ലേ. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെ പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കി. എത്ര കൊടുത്തില്ലെന്ന് പറയുമ്പോ അതോ അത് 5 കോടി രൂപ. 5 കോടിയോ? ഈ 5 കോടി എന്ന് പറഞ്ഞാല് 50,000-ത്തിന് മുകളിലല്ലേടാ? 50,000-ത്തിന് മുകളിലോ? അമ്മ എന്തൊക്കെയാ പറയണത്? അമ്മ 5 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ലക്ഷം. 50 ലക്ഷമോ എന്ന് പറയുമ്പോഴേക്കും അതേ അമ്മേ, 50 ലക്ഷം അതെങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞു? അത് കാർത്തിക മോള് കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ അവൾ ആ പൈസ മേടിച്ചിട്ട് മുങ്ങിയ എന്ത് ചെയ്യോടാ? കോടതിയിൽ അവൾ നിനക്കിത് തിരിഞ്ഞ സാക്ഷി പറഞ്ഞ എന്ത് ചെയ്യും? അമ്മേ, അവിടെയാണ് നമ്മുടെ ബുദ്ധി. അവളോട് കാർത്തിക മോള് പറഞ്ഞു, നിങ്ങള് എന്താണ് കോടതിയിൽ എനിക്കെതിരെ എന്താണ് എല്ലാം മാറ്റി പറഞ്ഞാൽ മാത്രമേ കോടതി കഴിഞ്ഞിട്ട് മാത്രമേ ആ പൈസ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ബുദ്ധി? അത് കൊള്ളാട പ്രകാശ, സമ്മതിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അതേമേ, അതെ, എന്നാലും 50 ലക്ഷമൊക്കെ അവർ കൊടുക്കാന്ന് പറഞ്ഞല്ലോടാ. എൻ്റെ അമ്മേ, ആ ഒരു 2,000 കോടി മോളി ആസ്തിയുള്ളവരാ. അതിൽ നിന്നൊരു 5 കോടി പോയിക്കിനാ വലിയ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയണം. എന്നാലും 5 കോടി എന്നൊക്കെ പറയുമ്പോൾ എടാ, 5 കോടി തന്നിട്ടാ അവർ നിന്നെ വാങ്ങണത്. അപ്പോൾ നീ നന്നായിട്ട് തന്നെ ലക്ഷ്മീനെയും മോളെ കാർത്തികനും നന്നായിട്ട് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ നിന്നെ നല്ല അടി അടിക്കും ഞാൻ. അമ്മേ, അവർ ഞാൻ പൊന്നു പോലെ നോക്കില്ലേ അമ്മേ, അതൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയാണ്. സമാധാനമായി എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ അമ്മൂമ്മ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരിയൂനെയാണ് കേട്ടോ. സരിയു മുറ്റത്ത് വന്നിട്ട് ഭയങ്കര കരച്ചിൽ. അയ്യോ, എൻ്റെ മോൾ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കിരണും കല്യാണിയും അതുപോലെ തന്നെ ബൈജു കൂടി അവരുടെ മുറ്റത്തും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. സരിയു പറഞ്ഞിട്ട്, നോക്കിയേ, എൻ്റെ മോളെ കണ്ടില്ലെങ്കിൽ അച്ഛൻ രാഹുലിനും അതുപോലെ തന്നെ നമ്മുടെ ശാരിടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഞാൻ വെറുതെ വെച്ചിരിക്കില്ല, നോക്കിക്കോ, രണ്ടുപേരും കൊന്നുകളയും എന്നൊക്കെ സരിയു പറയാണ്. ശേഷം നമ്മുടെ സരിയുവിനെ കുറിച്ചിട്ട് ബൈജു പറയുന്നുണ്ട്, കണ്ടോ അറിയാ, അവൾക്ക് പ്രാന്തായും തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും ബൈജു, അങ്ങനെയൊന്നും പറയല്ലേ, ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട അമ്മയായത്, ആ ഒരു രീതിയിൽ നമ്മൾ അവളെ കാണാൻ പാടുള്ളൂ എന്നിങ്ങനെ പറയാണ്. അവളുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വിഷമമാണ് തോന്നുന്നത്. എന്തിനാ നീ വിഷമിക്കണേ ചോദിക്കുമ്പോൾ, എന്നാലും അവളെ കുഞ്ഞ് കാണാതായെന്ന് പറയുമ്പോൾ അത് അവരുടെ പിടിപ്പുകേട്, കുഞ്ഞിനെ സൂക്ഷിക്കണമെന്ന് എന്ന് കിരണും പറയാം കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറയാണ്. കുഞ്ഞിനെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവർ തന്നെയാണ്, ആ നിൽക്കുന്നവർ, രാഹുലും അയാളുടെ ഭാര്യ ഷാരി, ഇവരിൽ ആരും ഒരാൾ തന്നെയാണ് ഇതിനെ കാരണം എന്ന് പറയാണ്. ആ സമയത്ത് ബൈജു പറയുന്നുണ്ട്, അത് കിരണയും പറഞ്ഞാൽ ശരിയാട്ടോ, കുഞ്ഞിനെ മാറ്റി ആ മനോഹരനെ ഒഴിവാക്കി കഴിഞ്ഞാൽ സരിയുവിനെ പിന്നെ ആരെയും കൊണ്ട് കെട്ടിക്കാലോ, അതുകൊണ്ട് അവർ ചെയ്തായിരിക്കും ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ സരിയു കിരണിനെ കണ്ണിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, കുഞ്ഞിനെ എങ്ങനെ നിങ്ങളാണെങ്കിൽ നോക്കിക്കോ, നിങ്ങൾ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ എന്താണ് ഒരു മനോഹർ അങ്ങോട്ടേക്ക് വരുവാണ്. മനോഹർ വരുമ്പോൾ തന്നെ ബൈജു പറയുന്നുണ്ട്, അളിയ, ഇനി അവനെങ്ങാനും മനോഹർ എങ്ങനെ കുഴിഞ്ഞെ മാറ്റി കാണോ? അവനൊരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ലടാ എന്നിങ്ങനെ പറയാണ്. മനോഹർ വരുന്നുണ്ട്. എന്താ എന്താ പറ്റിയ സരി എന്ന് പറയുമ്പോൾ, കുഞ്ഞെ കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ശരിയാകും സാരി, കുഞ്ഞ് എവിടെയായിരുന്നു എന്ന് പറയുമ്പോൾ, ഞാനും കുഞ്ഞും കൂടി കിടന്നതാണ് മനുവേട്ട, ഈ വാതിൽ തുറന്നിടാണ്ട് ആരെങ്കിലും അകത്തുനിന്ന് പുറത്തേക്ക് വരുമോ, പുറത്തുനിന്ന് അകത്തേക്ക് വരുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, നിങ്ങൾ രണ്ടുപേരും ഇത് എവിടെയായിരുന്നു എന്ന് മനോഹർ ചോദിക്കുമ്പോൾ, ഷാരിയും അതുപോലെ തന്നെ രാഹുലും കൂടി പരസ്പരം മുഖത്തോട് മുഖം നോക്കുമ്പോഴേക്കും മനോഹറിന് ചെറിയ സംശയം തോന്നുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മനോഹർ പറയുന്നുണ്ട്, രാഹുൽ ഇപ്പോൾ ഇവിടെ CCTV ഉണ്ടല്ലോ, CCTV നോക്കാമെന്ന് പറയണം. അപ്പോൾ അതും ഇതുവരെ നോക്കിയില്ലേ എന്ന് മനോഹർ ചോദിക്കുകയാണ്. ശേഷം എല്ലാവരും കൂടി നേരം തിരുന്നിട്ട് CCTV നോക്കുക കേട്ടോ. CCTV നോക്കുന്ന സമയത്ത് രാഹുൽ ഷാരിയോട് ചോദിക്കുന്നുണ്ട്, CCTVയിൽ എങ്ങനെ നീ 10,000 ഷാരി എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ഞാനുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ പറഞ്ഞു കൊടുക്കും, നോക്കിക്കോ എന്ന് ഷാരി പറയാണ്. ശേഷം മനോഹർ അതിൻ്റെ പെൻഡ്രൈവ് കുത്തി CCTV നോക്കുക കേട്ടോ. അതിൽ ശരിക്കും ക്ലിയർ ആയിട്ട് കാണാം ആ ഭിക്ഷാടകൻ വീട്ടിലേക്ക് വരുന്നതും, അതുപോലെ തന്നെ കുറച്ച് നേരത്തിന് ശേഷം ഭിക്ഷാടകൻ വീട്ടിൽ നിന്ന് പോകുമ്പോഴേക്കും കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് ക്ലിയർ ആയിട്ട് അതിൽ കാണാം കേട്ടോ. അത് കാണുമ്പോൾ തന്നെ
സരയു പറയണ്ട, അയ്യോ ആ ഭിക്ഷാടകൻ കുഞ്ഞിനെയും കൊണ്ട് പോയി, അയ്യോ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞിട്ട് അപ്പത്തന്നെ തലകറങ്ങി വീഴുവാണ്. മനോഹർ ചോദിക്കണ്ടേ, എടാ ബകാസുര താൻ എവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വേഗം പോയി വെള്ളം എടുത്തുകൊണ്ട് വാടോ എന്ന് പറയാണ്. അങ്ങനെ രാഹുൽ കുറച്ച് വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി ഓടി പോകുന്നുണ്ട് കേട്ടോ. രാഹുൽ മനോഹറിന് നല്ല സംശയമുണ്ട് ഇതിന് പിന്നില് ബഗാസുരൻ അല്ലെങ്കിൽ ഷാരിയാണെന്നുള്ള ഡൗട്ട്. ശേഷം രാഹുൽ നേരെ പോണത് പോലീസിന്റെ അടുത്തേക്കാണ്. പോലീസിനോട് പറയണ്ടേ, എന്റെ കൊച്ചുമോളെ കാണാനില്ലെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കാണ്. പോലീസുകാരൻ ചോദിക്കണ്ടേ, അത് കൊച്ചുമോളെ കാണാനായപ്പോ കൊച്ചു എന്തിയായിരുന്നു ചോദിക്കുമ്പോൾ, അത് കൊച്ചിനെ ഞങ്ങൾ ഉമ്മറത്ത് കിടത്തിയിട്ട് കളിപ്പിക്കുമായിരുന്നു എന്ന് പറയണം. അപ്പൊ നിങ്ങൾ ആരും അടുത്തുണ്ടായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് ഞങ്ങൾ തൊട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് മാറിയപ്പോഴും കുഞ്ഞിനെ കാണാതെ എന്ന് പറയുമ്പോൾ, ഒരു കാര്യം ചെയ്യും, സ്റ്റേഷനിൽ വന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുക, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പോലീസുകാരൻ പറയാണ്. അങ്ങനെ പോലീസുകാരന് ചെറിയ സംശയം രാഹുലിനോട് തോന്നുന്നു കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനെയാണ്. പ്രകാശിന് ഇങ്ങനെ വണ്ടിയിൽ നെളിഞ്ഞിരിക്കുകയാണ്. ബാലനാണ് വണ്ടി ഓടിക്കുന്നത്. ബാലനോട് പറയുന്നുണ്ട്, ബാലന നിങ്ങൾ സൂപ്പർ ഡ്രൈവർ ആണല്ലോ, എന്ത് സ്മൂത്ത് ആയിട്ടാണ് വണ്ടി ഓടിക്കണത്. നോക്കിയേ, ഞാൻ ലക്ഷ്മിനെ കല്യാണം കഴിച്ച നിങ്ങളായിരിക്കും എൻ്റെ ഡ്രൈവർ. എനിക്കും ലക്ഷ്മിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. കല്യാണം കഴിഞ്ഞാൽ തിരുപ്പതി, അത് രാമേശ്വരം, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോകണമെന്നാണെന്ന് ലക്ഷ്മി പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അവിടേക്ക് പോകുമ്പോൾ നിങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്യണം. നിങ്ങൾ ഡ്രൈവ് ചെയ്ത രണ്ടുണ്ട് ഗുണം, നിങ്ങൾ നല്ലൊരു ഡ്രൈവറുമാണ്, നിങ്ങൾ നല്ലൊരു മെക്കാനിക്കാണ്. അത് ശരിയാ പ്രകാശ എന്ന് പറയാണ് ബാലൻ. ഞാൻ നിങ്ങൾക്ക് നല്ല സാലറി തരും എന്നിങ്ങനെ പറയാണ്. എന്തൊക്കെ വന്നാലും എന്താണ്, കിരണിന്റെ കമ്പനിയേക്കാളും മുകളിലാണ് ഇപ്പൊ ഞങ്ങളുടെ കമ്പനി കയറിക്കൊണ്ടിരിക്കുന്നത്. വെച്ചിട്ട് കയറ്റല്ലേ എന്ന് പറയുമ്പോഴേക്കും, അത് കിരണിന്റെ കമ്പനിയല്ലേ, ഇപ്പൊ കല്യാണിന്റെ കമ്പനിയാ, കല്യാണിയിലല്ല നോക്കി നിർത്തുന്നത്. എന്റെ ഭരണ ദേ അവളെ പുകഴ്ത്തേണ്ട നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിലേ, നിങ്ങൾക്ക് ഇപ്പൊ തന്ന ഓഫർ ഉണ്ടല്ലോ അത് ഞാൻ പിൻവലിക്കും. അയ്യോ പ്രകാശ അങ്ങനെ ചെയ്യില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലേടാ എന്നിങ്ങനെ പറയാണ്. നിങ്ങൾ അവളുടെ കാര്യം പറയണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ പ്രകാശനും ബാലനും കൂടി ഇങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് കാർത്തിക ഒരു സ്ത്രീയായിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറുന്ന കാണണം കേട്ടോ. ആ സമയത്ത് നമ്മുടെ ബാലനം വണ്ടി നിർത്തുന്നുണ്ട്. നീ നോക്കിക്കത് കാർത്തികയുടെ അമ്മയല്ലേ എന്ന് ബാലനം പറയാണ്. പ്രകാശൻ എവിടെ എന്ന് പറയുമ്പോൾ ദേ നിൽക്കുന്നത്, അത് കാർത്തിക മോളാണല്ലോ, കൂടെയുള്ളത് അവളുടെ അമ്മയായിരിക്കുമോ, പിന്നല്ലാതെ കാർത്തികനെ പോലെ തന്നെയുണ്ട്, അത് അവളുടെ അമ്മ തന്നെയാ പ്രകാശ് എന്ന് പറയാണ്. അങ്ങനെ പ്രകാശ് നോക്കുമ്പോഴേക്കും ഒരു സുന്ദരി പെണ്ണാണ് കേട്ടോ, അത് കാർത്തികയുടെ ഒരു ഫ്രണ്ടാണ്. അങ്ങനെ പറയുമ്പോൾ, അയ്യോ അതിന് ഈ കാർത്തികയുടെ അമ്മ തന്നെ ആയിരിക്കും, ആയിക്കോട്ടെ പ്രകാശ, നീ പോയി നോക്കട പ്രകാശ എന്ന് പറയാണ്. അയ്യോ ഞാൻ പോയി നോക്കിയാൽ പ്രശ്നമാകും, കാർത്തിക മോള് പറഞ്ഞിരിക്കുക കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ അവളുടെ അമ്മേനെ കാണാൻ പാടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കാർത്തിക മോള് തോറ്റുപോയി, കല്യാണത്തിന് മുമ്പേ ഞാൻ അവളുടെ അമ്മേനെ കണ്ടുവല്ലോ, അവള് തന്നെയായിരിക്കും കാർത്തികയുടെ അമ്മയല്ലേ, പിന്നെ തീർച്ചയായിട്ടും ഞാൻ വേണമെങ്കിൽ പോയി നോക്കാം എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ പോയി നോക്കാം, വേണ്ട നമ്മൾ ഇങ്ങനെ പോയി നോക്കിയാൽ ശരിയാവില്ല, കാർത്തികക്ക് അത് ഇഷ്ടമാവില്ല, ഞാൻ മുഖമൊക്കെ മറച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാം, അത് അവളുടെ അമ്മ തന്നെയാണെന്ന് ഉറപ്പിക്കാലോ എന്ന് പറയാണ്. എന്നാൽ അങ്ങനെ ചെയ്യട്ടെ പ്രകാശ്, നീ മുഖമൊക്കെ മറച്ചിട്ട് ഒന്ന് അവിടേക്ക് പോ, എന്നിട്ട് അത് തന്നെയാണോ കാർത്തികയുടെ അമ്മ എന്ന് ഒന്ന് പോയി അന്വേഷിക്കുന്നത് പറയാണ്. ശരിയാണ് എന്ന് പ്രകാശിനും പറയണ്ട. അങ്ങനെ നമ്മുടെ കാർത്തികയാണെങ്കിൽ ആ പെണ്ണായിട്ട് നേരെ ഹോട്ടലിലേക്ക് കയറി പോവാണ്. ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഭർത്താവും കുഞ്ഞുക്കുള്ള പെണ്ണാട്ടോ. അവർ കാർത്തികയുടെ കമ്പനി ആയിട്ട് ഒരു ചെറിയ ഡീലിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, കാർത്തികയുടെ ഫുഡ്സ് കമ്പനി ഭയങ്കര ഫേമസ് ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കമ്പനിയായിട്ട് തന്നെ ഒരു ചെറിയൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചെന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ ഭാഗ്യം എന്നൊക്കെ കാർത്തിക പറയാണ്. അതിനുശേഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ, അമ്മയുണ്ട്, അമ്മ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് കേട്ടോ. എന്ത് പറയാന്, അവരിട്ട് വട്ടം കറയിക്കൊണ്ടിരിക്കുക ഞങ്ങളിപ്പോ എന്ന് പറയുമ്പോൾ, അത് നന്നായി മോളെ എന്ന് ആ സ്ത്രീയും പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പ്രകാശനാണെങ്കിൽ മുഖമൊക്കെ മറച്ചിട്ട് ആ സ്ത്രീനെ നേരിട്ടൊന്ന് പോയി മുട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. എന്തായാലും നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ത്രീയാട്ടോ അത്, അതായത് ചെറുപ്പക്കാരിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് പ്രകാശിന്റെ കണ്ണ് മന്നിച്ച് അങ്ങനെ നിൽക്കുവാണ്. ആ സ്ത്രീ വേറെ ആരുമല്ല, ഗൗരി ശങ്കരത്തിൽ നമ്മുടെ ശങ്കറിന്റെ ഇടത്തിയായിട്ട് അഭിനയിക്കുന്ന ആ ഒരു സ്ത്രീയാണ് കേട്ടോ അതായിട്ട് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.